വിദേശികളല്ല, നമ്മൾ ഇവിടുത്തുകാരാണ്. ഇനി നമ്മൾ ആലോചിക്കുക, ഞാൻ എന്തിന് എങ്ങോട്ട് പോകുന്നു? വെറുതെ അലഞ്ഞു തിരിയാനാണോ? വെറുതെ കാറ്റ് കൊള്ളാനാണോ? അവനവന്റെ മുറ്റത്തെ മുല്ലപ്പൂവിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ താല്പര്യമില്ലാത്ത കശ്മലൻ മൈസൂരില് പൂന്തോട്ടത്തിൽ പോകുന്നത് എന്തിനാ? സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാനോ, അവരുടെ കിളിക്കൊഞ്ചൽ കേൾക്കുവാനോ, അവരുടെ ബാല്യ ചാപ്പല്യങ്ങൾ കണ്ട് ആസ്വദിക്കുവാനോ കഴിവില്ലാത്തവൻ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ യോഗ്യനാണോ? അവനവന്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന പത്രപ്രസിദ്ധീകരണങ്ങൾ ശരിക്കൊന്ന് വായിച്ചു നോക്കാൻ താല്പര്യമില്ലാത്തവൻ നാട്ടിലെ പബ്ലിക് ലൈബ്രറിയിൽ പോയിരുന്ന് സംസാരിക്കുന്നത് കാപട്യമല്ലാതെ മറ്റൊന്നാണ്? സ്വന്തം വീട്ടിലെ രോഗിയെ സന്ദർശിക്കുവാൻ, രോഗിയെ ശുശ്രൂഷിക്കുവാൻ താല്പര്യമില്ലാത്തവൻ ക്യാമറകൾക്ക് മുന്നിൽ അത്തരം ഗോഷ്ഠികൾ കാണിക്കുന്നത് കാപട്യമല്ലാതെ മറ്റെന്താണ്? അവനവന്റെ നാട്ടിൽ കിട്ടുന്ന അതേ വിദ്യാഭ്യാസം, അതേ അളവിൽ, അതേ ശേഷിയോടുകൂടി വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന് വിചാരിക്കുന്ന അഹന്ത മലയാളിയെ ബാധിച്ചിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം നിർണയിക്കണം. അവനവന്റെ നാട്ടിൽ സെമിത്തേരിയിൽ, ചുടലക്കളത്തിൽ, ശ്മശാനത്തിൽ, ഖബറിസ്ഥാനിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ, പാവങ്ങളായിരുന്ന സഹോദരങ്ങൾ, അവർ വലിയ ആളുകളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ആ വലിപ്പം കച്ചവടവൽക്കരിക്കപ്പെടാത്തത് കൊണ്ട് ലോകമറിഞ്ഞില്ല. സ്വന്തം കയ്യിൽ മൂത്രമൊഴിച്ചിട്ട് ആ മൂത്രം വീശി എറിഞ്ഞിട്ട് മഴയ്ക്ക് വേണ്ടി സംവിധാനമുണ്ടാക്കുമെന്ന് പറയുന്ന ഭ്രാന്തൻ, ആ ഭ്രാന്തന്റെ ജാറം കാണാൻ പോകുന്ന ആളുകൾ ഒരു ചെറിയ കാര്യം, വളരെ ചെറിയൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കല്ലുരുട്ടിക്കേറ്റിട്ട് അവിടുന്ന് താഴെ ഇട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന അത്തരം സ്ഥിതിഗതികൾ കാണാൻ, അറിയാൻ, ആ മല കാണാൻ, ആ കല്ല് കാണാൻ പോകുന്ന അവസ്ഥ. കുളിക്കാതെ, അലക്കാതെ, പെണ്ണും പിള്ളയെ നോക്കാതെ, മാതാപിതാക്കളെ സംരക്ഷിക്കാതെ, മക്കളെ പരിപാലിക്കാതെ ഔലിയയോ സന്യാസിയോ മഹർഷിയോ മുനിയോ ആയി ഇരിക്കുന്നതിൽ എന്തർത്ഥം? മതങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടോ? വേദഗ്രന്ഥങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. തത്വചിന്തയുമായി അതിന് വല്ല ബന്ധമുണ്ടോ? ഇല്ല. കാരണം കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല ആവശ്യമായിരിക്കുന്നത്. പിന്നെയോ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ആശയങ്ങൾ ലഭിക്കലാണ് ആവശ്യമായിരിക്കുന്നത്. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒതുങ്ങാത്ത, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആകമാനം പടച്ച സ്രഷ്ടാവ്, ആ സ്രഷ്ടാവിന്റെ ഇതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഒരു തരി മണ്ണ് പോലും, ഒരു തുള്ളിവെള്ളം പോലും, ഒരു ഇറ്റുവായു പോലും അവൻ്റെതല്ലാതെ ഇല്ല. എങ്കിൽ ആരാധിക്കേണ്ടത് അവനെയാണ്, പൂജിക്കേണ്ടത് അവനെയാണ്, പ്രാർത്ഥിക്കേണ്ടത് അവനോടാണ്, ഇസ്തിഗാസ ചെയ്യേണ്ടത് അവനോടാണ്, നേർച്ച വഴിപാടുകൾ അവന് മാത്രമാകണം. പണമുണ്ടോ? ആവശ്യത്തിന് ചെലവഴിക്കണം. സമയമുണ്ടോ? ആവശ്യത്തിന് ചെലവഴിക്കണം. ആരോഗ്യമുണ്ടോ? ആവശ്യത്തിന് ചെലവഴിക്കണം. മരിച്ചവർക്ക് വേണ്ടി കെട്ടിടമുണ്ടാക്കുന്നു ആളുകൾ. മരിച്ചവർക്ക് വേണ്ടി കെട്ടിടം, മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല. സ്കൂളുകളും കോളേജുകളും മരിച്ചവരുടെ പേരിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല. മരിച്ചവരെ താമസിപ്പിക്കുവാൻ വേണ്ടിയുള്ള കോടിക്കണക്കിന് ഉറുപ്പിക വിലയുള്ള കെട്ടിടങ്ങൾ. രാജ്യത്തെ പാവപ്പെട്ട വീടുകൾക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കാൻ, വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാതെ, മണ്ണെണ്ണ കൊടുക്കാൻ ശ്രമിക്കാതെ, മരിച്ചുപോയ മഹാത്മാക്കളെ, ഔലിയാവിനെ, തങ്ങന്മാരെ, ബീവികളെ, മഹർഷികളെ, മുനിമാരെ കബറടക്കിയ സ്ഥലത്ത് വർണ്ണരാജിയുള്ള ബൾബുകൾ സംഘടിപ്പിച്ച് അവിടെ വർണ്ണത്തിന്റെ പ്രളയമുണ്ടാക്കി, പടക്കം പൊട്ടിച്ച്, ആനയെഴുന്നള്ളിച്ച്, ചെണ്ട കൊട്ടി ധൂർത്തടിക്കുന്ന സംസ്കാരം.
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ചിന്തിക്കണം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ട് അവൻ മരിച്ചാൽ അവനെ കബറടക്കുക, ഒരു കുഴി കുഴിക്കുക, അതിൽ മൂടുക. കഴിഞ്ഞു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഈ സന്ദർഭത്തിൽ വിദേശീയനായ മുഹമ്മദ് ലോക ജനതക്കിടയിൽ ഹാജരാകുമെന്ന് ഭവിഷ്യ മഹാപുരാണത്തിൽ വ്യാസമഹർഷി പറഞ്ഞു. ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ മുഹമ്മദ് നബി വരുമെന്ന് യേശുവിന്റെ പിറകെ യോഹന്നാൻ സ്നാപകന്റെ പിറകെ ആ പ്രവാചകൻ വരുമെന്ന് യഹോവ മോശെ പ്രവാചകനോട് അരുളിച്ചു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2.5 ലക്ഷം അനുയായികൾ അന്നുണ്ടായിരുന്ന 14 നൂറ്റാണ്ട് മുമ്പത്തെ കാലഘട്ടത്തിലെ അവിടുത്തെ മയ്യത്ത്, ബഹുമാനപ്പെട്ട മൃതശരീരം അടക്കം ചെയ്തത് വെറും മണ്ണിൽ, ഒരു ചാൺ മാത്രം ഉയരമുള്ള ഒരു മൺകൂന മാത്രം. ബിംബമില്ല, ജാറമില്ല, ദർഗയില്ല, മഖാമില്ല, പുണ്യ മരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ല. മണ്ഡപവും ശ്രീകോവിലും അൾത്താരയും പ്രതിഷ്ഠയുമില്ല. അപ്പവാണിഭം, മുറൂസും, വാറക്ക്, ചന്ദനക്കുടം, യാഗം, ഹോമം, താലപ്പൊലിയൊന്നുമില്ല. 14 നൂറ്റാണ്ടായി ആ മയ്യത്ത് അവിടെയുണ്ട്. ഖബറിടമുണ്ട്. അത് കാണാൻ വേണ്ടി ലോകത്തൊരു മനുഷ്യനും പോകുന്നില്ല. കാണാൻ വേണ്ടി മദീന മസ്ജിദ് നബവിയിൽ പോകുന്നു, നിസ്കരിക്കാൻ പോകുന്നു. ഇവിടത്തെ പള്ളിയിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന് പകരം അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ ആ പ്രതിഫലമുണ്ട്. അപ്പോൾ ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാൽ അവൻ അവിശ്വാസിയാണ്, നിഷേധിയാണ്, നിരീശ്വരവാദിയാണ്. മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാൽ, മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, ശ്രീരാമനോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, പ്രവാചകനാണ്, സാധാരണ മനുഷ്യനല്ല. എന്നാൽ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങള്, പറഞ്ഞ കാര്യങ്ങള്, ഉൾക്കൊണ്ട വിശ്വാസങ്ങള്, അതുമായി പരലോകത്ത് ചെല്ലുമ്പോൾ തുലാസിൽ കനം തൂക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മാ അദ്രീ മല്ലാഹു ഫാഇലും ബി, എന്നെ കൊണ്ട് എന്താണ് എൻ്റെ റബ്ബ് വിചാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നബി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി പോകുന്നു. അവിടെ മെഴുകുതിരി കത്തിക്കുന്നില്ല, ചന്ദനത്തിരി പോക്കുന്നില്ല, ജാറം മൂടുന്നില്ല, ആനയില്ല, അമ്പാരിയില്ല, ചണ്ടയില്ല, കൊട്ടില്ല. അപ്പോൾ എന്തിനവിടെ പോകണം? നിസ്കരിക്കാൻ പോകും. യാത്രയുടെ ദിശ നിർണയിക്കണം. യാത്രയുടെ ദിശ നിർണയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാത്ര ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പരമകാരുണികനായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാനിതാ അവനിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു, അവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും എനിക്കില്ല. വണ്ടിയിൽ കയറുമ്പോൾ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ തിരുനാമത്തിൽ, അൽഹംദുലില്ലാ, പടച്ചവനാണ് സ്തുതി, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ, ഞങ്ങൾ ആരുമല്ല. അപ്പൊ അഹങ്കാരത്തിന്റെ വസ്ത്രങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ലിബാസി സുഹറത്തി, പേരിനും പെരുമക്കും വേണ്ടിയുള്ള വസ്ത്രം നബി നിരോധിച്ചു. സ്ത്രീകളെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ കണ്ട് ആകർഷിച്ച്, മറ്റുള്ളവരെ വശീകരിച്ച് അവരുടെ നോട്ടമോ സ്പർശമോ നേടിയാൽ കുറ്റവാളി നമ്മളാണ്. അതുകൊണ്ട് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറക്കുന്നത് അവർ അറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നല്ലത് എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ലളിതമായ വസ്ത്രധാരണം, നല്ല വസ്ത്രം ധരിച്ച് ഇറങ്ങണം. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, പടച്ചവനെ നീയാണ് വലിയവൻ, ഞങ്ങൾ എളിമ, താഴ്മ, വിനയമാണ്. അങ്ങനെ പോകുമ്പോൾ യാത്രയിൽ പ്രാർത്ഥിക്കുന്നു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹുവിന് സ്തുതി, അവൻ പരമപരിശുദ്ധനാണ്, ഞങ്ങൾക്കിത് സ്വന്തമായി സാധിക്കുമായിരുന്നില്ല. അല്ലാഹുമ്മ ജഅൽ ഫീ സഫരിനാ ഹാദാൽ ബിർറ വത്തഖ്വാ, പടച്ചവനെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് പുണ്യം നൽകണേ, ഭയഭക്തിയും സൂക്ഷ്മതയും നൽകണേ.
വമിൽ അമലി മാ തർളാ, പടച്ചോനെ നീ ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ ഫീ സഫറനാ, പടച്ചോനെ ഞങ്ങൾക്ക് യാത്ര എളുപ്പമാക്കണേ. വത്വി അന്നാ ബുഅദഹു, അതിന്റെ ദൂരം ചുരുക്കി തരണേ നാഥ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്ന് പടച്ചവനെ നിന്നോട് ശരണം തേടുന്നു. വകആബത്തിൽ മൻദർ, ചീത്തയായ കാഴ്ചകളിൽ നിന്ന്. മടങ്ങി വരുമ്പോൾ സമ്പത്തോ കുടുംബമോ നശിക്കാതിരിക്കുന്നതിന് പടച്ചവനെ ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. നോക്കൂ, കഴിഞ്ഞില്ല. രാജാധിരാജനായ അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ലി, വീട്ടിലെ പ്രതിനിധി നീയാണ്. നോക്കണം, ഇങ്ങനെയാണ് യാത്ര. അപ്പോൾ യാത്രയുടെ ദിശ നിർണയിക്കണം, യാത്രയുടെ ലക്ഷ്യം നിർണയിക്കണം. എങ്ങോട്ട് പോകുന്നു? വൃത്തികെട്ട കാര്യങ്ങൾക്കാണോ? വൃത്തികെട്ട ആവശ്യങ്ങൾക്കാണോ? ആരെയെങ്കിലും തല്ലുവാനാണോ? കൊല്ലുവാനാണോ? വിശ്വാസപരമായ തകർച്ചയ്ക്ക് വേണ്ടിയാണോ? ചൂഷണത്തിന് വിധേയമാകാനാണോ? ചിന്തിക്കേണ്ടത്. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ. അത് ഗവൺമെന്റ് നിയമത്തിന് വിരുദ്ധമാണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കുറ്റമാണ്, മതങ്ങൾക്കെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ്. കുളിച്ചൊരുങ്ങി ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി സ്ത്രീധനമുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല, ഇല്ല. യാത്രയുടെ ലക്ഷ്യം നിർണയിക്കണം. യാത്രയുടെ ലക്ഷ്യം നിർണയിക്കണം. മോഷണത്തിന്, ചൂഷണത്തിന്, വ്യഭിചാരത്തിന്, ബലാത്സംഗത്തിന്, സ്വയംഭോഗത്തിന്, സ്വവർഗഭോഗത്തിന്, അങ്ങനെയുള്ള മനുഷ്യത്തെ നശിപ്പിക്കുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന, പരലോകത്തെ സ്വർഗത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റുമോ? ഇല്ല. ശരി, വിജ്ഞാനത്തിന് വേണ്ടിയുള്ള യാത്ര. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കാര്യം. എന്തിന്? വിശുദ്ധ ഖുർആന്റെ 6236 വചനങ്ങൾ, ലോകത്തെ ആകപ്പാടെ മാറ്റിമറിച്ച മഹാഗ്രന്ഥം, ദൈവിക ഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ലേറ്റസ്റ്റ് ന്യൂസായ ലാസ്റ്റ് ടെസ്റ്റമെന്റ് ആയ ഖുർആൻ, മോശെ പ്രവാചകന് കിട്ടിയ പഴയ നിയമം. അതിനുശേഷം വന്ന യേശുവിന്റെ വരവോടെ മോശയുടെ അനുയായികൾ മുഴുവൻ യേശുവിനെ സ്വീകരിക്കണമായിരുന്നു, തൗറാത്ത് സ്വീകരിക്കണമായിരുന്നു. ചിലർ മാറി നിന്നു. അതുകൊണ്ട് 2 വർഗമുണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യേശു ക്രിസ്തുവിന് പടച്ചവൻ നൽകിയ ഗ്രന്ഥം ഇഞ്ചീൽ, പുതിയ നിയമം. ആ ഈസാ നബിയുടെ അനുയായികൾ ഖുർആനുമായി മുഹമ്മദ് നബി വന്നപ്പോൾ ആ മുഹമ്മദ് നബിയെ സ്വീകരിക്കേണ്ടിയിരുന്നു. സ്വീകരിക്കാത്തത് കൊണ്ട് 3 വർഗം ഇവിടെ ഉണ്ടായി. എന്നാൽ മുഹമ്മദ് നബി പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, ഈ പ്രവാചകന്മാരെല്ലാം പടച്ചവന്റെ പ്രവാചകന്മാരാണ്. അവരെല്ലാം പ്രാർത്ഥിച്ചത് പടച്ചവനോടാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല എന്ന് യേശു പറഞ്ഞു. യേശുവിനെ വിളിക്കാൻ പറഞ്ഞില്ല. മോശയെ വിളിക്കാൻ പറഞ്ഞില്ല. മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. പ്രാർത്ഥന പ്രപഞ്ച സൃഷ്ടാവിനോടൊന്ന് പഠിപ്പിച്ചു. അങ്ങനെ പരലോകത്തെ പറ്റി, സാൻമാർഗികവും നിർദ്ദേശങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഖുർആനിലെ ആദ്യത്തെ അവതാരണം തന്നെ പാരായണം ചെയ്യണം എന്ന സന്ദേശമാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാഥന്റെ നാമത്തിൽ പാരായണം ചെയ്യണം. വീണ്ടും നീ പാരായണം ചെയ്യൂ. റബ്ബുക്കൽ അക്രം, നിന്റെ നാഥൻ വളരെ അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചവൻ. ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചൊരു വഴിക്ക് പോയാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. അറിയേണ്ടതെന്ത്? വൃത്തികെട്ടതല്ല വായിക്കേണ്ടത്, കള്ളക്കണക്കല്ല വായിക്കേണ്ടത്, പലിശയുടെ വാക്കുകൾ, പലിശയുടെ അക്കങ്ങളല്ല വായിക്കേണ്ടതും എഴുതേണ്ടതും. സൃഷ്ടിച്ച അല്ലാഹുവിന്റെ തിരുനാമത്തിലെ പാരായണമാണ്. ചതിയില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, പ്രേമത്തിന്റെ കുടുക്കുകളില്ലാത്ത, പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കാത്ത, കൈക്കൂലിയില്ലാത്ത ഒരു ജീവിതത്തിന്റെ സംസ്കാരം. അതാണ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്.
ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒട്ടി നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന ഒരു ഭ്രൂണത്തിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്. അപ്പോൾ മനുഷ്യനെ അല്ലാഹു എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ദൈവീകമാണ് അറിവ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും വലിയ അറിവുള്ളവനായ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ളവനായ മുഹമ്മദ് നബിയോട് പറയാൻ അല്ലാഹു ഏൽപ്പിച്ചു. സൂറത്ത് ത്വാഹയിലെ 114-ാമത്തെ ആയത്ത് എന്താ? വഖുർ റബ്ബി സിദ്നി ഇൽമാ, പടച്ചോനെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ, അറിവ് വർദ്ധിപ്പിച്ചു തരണേ. അറിവ് നേടാൻ വേണ്ടി പോകുന്ന ആൾക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും, എല്ലാ മൃഗങ്ങളും, എല്ലാ ജീവികളും, കൃമികളും, കീടങ്ങളും, ഹത്തൽ ഇഹ്താനു ഫിൽ ബഹർ, കടലിലെ മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അറിവ് നേടേണ്ടത് ആവശ്യമാണ്, പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്ത് പഠിക്കണം? വീട്ടിൽ കിട്ടാത്ത അറിവ് പുറത്തു പോയിട്ട്, നാട്ടിൽ കിട്ടാത്ത അറിവ് പുറത്തു പോയിട്ട്, നാട്ടിന്റെ പുറത്തു പോയിട്ട്, അല്ലേ? അങ്ങനെ അറിവിന്റെ വലിയ വിശാലമായ മേഖലകൾക്ക് വേണ്ടിയാകണം നമ്മുടെ യാത്ര. മൂന്നാമതായി, നമ്മുടെ സാധാരണ ടൂറ് നടത്തുന്ന വിദ്യാർത്ഥിനികളാകട്ടെ, അധ്യാപകരാകട്ടെ, മറ്റുള്ളവരാകട്ടെ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യം ഈ യാത്രയിൽ എന്റെ പെങ്ങളുണ്ടാകരുത്, ആങ്ങളയുണ്ടാകരുത്, ബാപ്പയുണ്ടാകരുത്, ഉമ്മയുണ്ടാകരുത്, പിന്നെയോ കണിശക്കാരനായ അധ്യാപകനുണ്ടാകരുത്, അല്ലേ? അപ്പോൾ ലക്ഷ്യമെന്ത്? അറിവല്ല. അറിയാൻ വേണ്ടിയാണ് യാത്ര. നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നു. നാട്ടിലെല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ അല്ലാഹു നൽകി. എന്നിട്ടും അവര് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാഇദ് ബൈന അസ്ഫാരിനാ, പടച്ചവനെ ഞങ്ങൾക്ക് യാത്രയിൽ നീ അകലം കൂട്ടണമേ. നീണ്ട യാത്രകൾ ആഗ്രഹിച്ചു. ഇസ്ലാമിന്റെ ലളിതമായ സന്ദേശം, വീട്ടിലേക്ക് മടങ്ങുക. സ്ത്രീകളെ, പുരുഷന്മാരെ ശ്രദ്ധിക്കുക. അങ്ങാടികളിൽ ബഹളം, കലഹം, വഴക്ക്, വക്കാണം, ഭർത്താവില്ലാത്ത ഭാര്യ, ഭാര്യയില്ലാത്ത ഭർത്താവ്, സംരക്ഷണത്തിനും നോക്കുവാനും ആളില്ലാത്ത വികാരത്തിന്റെ വേലിയേറ്റമുള്ള യുവാക്കൾ. ഇസ്ലാമിന്റെ സന്ദേശം, വീട്ടിലേക്ക് മടങ്ങുക. സുബ്ഹാനല്ലാഹ്. സൂറത്ത് റൂം 21-ാമത്തെ ആയത്ത്, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് മടങ്ങാൻ. ഭർത്താക്കന്മാർ ഇവിടങ്ങളിലും പോയി കറങ്ങരുത്. വ്യഭിചാരത്തിന്റെ, ബലാത്സംഗത്തിന്റെ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, അല്ലെങ്കിൽ കള്ളുകുടിയുടെ, അല്ലെങ്കിൽ ലഹരിയുടെ, മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്നത് മടങ്ങിച്ചെല്ലാൻ ഒരു കേന്ദ്രമില്ലാഞ്ഞിട്ടാണ്. കല്യാണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ മടങ്ങിയെത്തിയ പുരുഷന്മാർ പിന്നീട് ഒരു പക്ഷേ അവരെ കാണുമ്പോൾ ചോദിക്കുന്നു, അല്ല പോകാറായില്ലേ? ലാസ്റ്റ് ബസ്സും പോയി, പിന്നെയുള്ള ഓട്ടോറിക്ഷയും പോയി, മാർക്കറ്റിൽ മീൻ കഷ്ണങ്ങൾ തിന്നാൻ വന്ന ചാവാലി പട്ടികളും പൂച്ചക്കുട്ടികളും പോയി. അപ്പോഴും അവൻ കൂട്ടുവായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 10 വർഷം മുമ്പ് വളരെ നേരത്തെ വീട്ടിലെത്തിയിരുന്ന ആ സഹോദരന് എന്ത് സംഭവിച്ചു? പെണ്ണുങ്ങള് ഭാര്യമാര് ഒന്ന് ഭാര്യ വിട്ടു പോട്ടെ എന്നവര് ഞാൻ ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞിരുന്ന സ്ത്രീകൾ, ആണുങ്ങളെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഞാൻ വരാന്നേ, വരാന്ന് 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുന്ന പരുവത്തിലേക്ക് എന്തുകൊണ്ടെത്തുന്നു? ഇസ്ലാം പഠിപ്പിക്കുന്നു, ബ്രഷ് ചെയ്യണം, പല്ല് തേക്കണം, വൃത്തിയാക്കണം, ആവശ്യമില്ലാത്ത രോമങ്ങൾ നീക്കം ചെയ്യണം. മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മോശന്മാരും അമ്മായികളും ഭാര്യമാരും അളിയന്മാരും ഇളച്ചന്മാരും ഇളച്ചിമാരും മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും സഹോദരീ സഹോദരന്മാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പള്ളിയിൽ വെച്ച്, ബഹുമാനപ്പെട്ട മിമ്പറിന്മേൽ വെച്ച്, മുന്നിലാണുങ്ങൾ, പിന്നിൽ കുട്ടികൾ, അതിന്റെ പിന്നിൽ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുന്നു, ലാ യകഅന്ന അഹദുക്കും കമാ തഖഉൽ ബഹീമ, നാൽക്കാലികൾ എണയുടെ മേൽ ചാടി വീഴുന്ന പോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ മേൽ ചാടി വീഴരുത്. 14 നൂറ്റാണ്ടും അല്ലേ വീക്ഷണത്തിന്റെ പത്രാധിപരായിരുന്ന ഭാസ്കരൻ സാറ് പറഞ്ഞു, ലോകത്തുള്ള ലൈംഗിക ശാസ്ത്രത്തിന്റെ ശാഖകളെ പറ്റി എല്ലാം ഞാൻ വായിച്ചു നോക്കി,
14 നൂറ്റാണ്ട് മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് നബിക്ക് പടച്ചവൻ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്ത ലൈംഗിക ശാസ്ത്രത്തോളം അത്യുന്നതമായ, അത്യാധുനികമായ, സാർവ ലൗകികമായ, സമ്പൂർണമായ ഒരു ലൈംഗിക ശാസ്ത്രം ഞാൻ വേറെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, വല്യകുൻ ബൈനഹുമാ റസൂൽ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു സന്ദേശവാഹകൻ വേണം. ഭാര്യയുടെ ശാരീരികവും മാനസികവുമായ താല്പര്യങ്ങൾ ഭർത്താവിനെ അറിയിച്ചു കൊടുക്കുന്ന, ഭർത്താവിന്റെ ആവശ്യങ്ങൾ ഇവിടെ അറിയിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശവാഹകൻ വേണം. ആരാ ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിൽ ഒരു സന്ദേശവാഹകൻ, മെസഞ്ചർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുബ്ലത്തു വൽ കലാം, ചുംബനവും സംസാരവുമാണ്. ചുംബിച്ചു സംസാരിച്ചു ഉണർത്തേണ്ടതുണ്ട്. ഇരുകൂട്ടർക്കും ഒരേപോലെയുള്ള ആവശ്യ പൂർത്തീകരണം സംഭവിക്കേണ്ടതുണ്ട്. നിരാശയുണ്ടാകരുത്, ദുഃഖമുണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെന്ന് ആദ്യം ചെയ്യുന്ന പണി പല്ല് തേക്കുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, ഒളുവെടുക്കുകയാണ്, അവയവങ്ങൾ കഴുകുകയാണ്, വൃത്തിയാക്കുകയാണ്. ഈ മഹത്തായ സംസ്കാരം വീട്ടിലേക്ക് മടങ്ങുക. 5 നേരത്തെ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരം പള്ളിയിലേക്ക് പോവുകയാണ്. 5 നേരവും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും വൃദ്ധരുമെല്ലാം, ആങ്ങളയുടെ കൂടെ പെങ്ങൾ, ബാപ്പാന്റെ കൂടെ മകള്, ഉമ്മാന്റെ കൂടെ മകള്, ഭാര്യ ഭർത്താവിന്റെ കൂടെ ഭാര്യ, അങ്ങനെ അമ്മോശന്റെ കൂടെ അമ്മായി, വല്ലിപ്പയുടെ കൂടെ വല്ലിമ്മ പോകുന്നു, നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐച്ഛിക നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് ഉത്തമം. ശ്രദ്ധിക്കുക, എന്തിനാ? വീട്ടിലേക്ക് മടങ്ങാൻ. ഹജ്ജ്, അറഫ, മിന, മുസ്ദലിഫ, സംസം, കഅബാലയം, വളരെ ചരിത്രം ഉണർന്നു കിടക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ. ഹജ്ജ് ഏറ്റവും മഹത്തായ ആരാധനാ കർമ്മമാണ്. ഹജ്ജിന്റെ യാത്ര വിനയത്തിന്റെ, എളിമയുടെ, താഴ്മയുടെ യാത്രയാണ്. അത് നാട് കാണാനല്ല, മക്ക കാണാനല്ല, കഅബ കാണാനല്ല, ഹിറാ ഗുഹ കാണാനല്ല, സൗർ ഗുഹ കാണാനല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് ഹിറാ ഗുഹയിൽ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് സൗർ ഗുഹയിൽ പോയില്ല. കാരണം കാണാതെ തന്നെ അറിയാം, നമുക്കും അറിയാൻ കഴിയും. ഫോട്ടോകളുണ്ട്, ചിത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ലക്ഷ്യബോധമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്രയുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് മടങ്ങണം. ഹജ്ജ് യാത്ര കഴിഞ്ഞാൽ. 3ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയാൽ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ മടങ്ങണം. എങ്കിൽ അധാർമികത എവിടെ മക്കളെ? സഹോദരി സഹോദരന്മാരെ, അധാർമികത എവിടെ? വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. കള്ള്, ചാരായം, മയക്കുമരുന്ന്, ലഹരി മരുന്നുകൾ, അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അറിയാത്തവരില്ല. എന്തുകൊണ്ട്? അത് ശരിയായ രീതിയിൽ പാലിക്കപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആന്റെ അനുയായികൾ, വേദഗ്രന്ഥങ്ങളുടെ അനുയായികൾ, ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾ വരെ ഇതിന്റെ പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നോ എന്ന് സംശയം. അല്ല, എല്ലാവർക്കും അറിയാം. ഒരാളെങ്ങാനും കള്ളുകുടിച്ച് അവിടെ വീണ് കിടക്കുന്ന കണ്ടാൽ നമ്മൾ എല്ലാവരും ശ്രമിക്കും. കള്ളുകുടിച്ച് വീഴാതെ സമർത്ഥമായി എല്ലായിടത്തും നടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ തകരാറ് എവിടെയാണ്? അല്ലേ? നേരത്തെ വായിക്കപ്പെട്ടു കള്ളിനെ കുറിച്ച്, അല്ലേ? അഡ്വക്കറ്റ് ഇവിടെ വായിച്ചു, അല്ലേ? ഇവിടെയാണ് കള്ളിന്റെ കാര്യത്തിൽ നമ്മൾ നയിക്കേണ്ട ഒരു വിപ്ലവം. എന്തുകൊണ്ട് കള്ള് കുടിച്ചുകൂടാ? കള്ള് നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് പറയും മറുപടി, അല്ലേ? കള്ള് ഷാപ്പുടമസ്ഥന്റെ കുടുംബം കഴിയുന്നത് കള്ളുകൊണ്ടാണ്. ചെത്തുതൊഴിലാളിയുടെ കുടുംബം കഴിയുന്നത് കള്ളുകൊണ്ടാണ്. സപ്ലയറുടെ കുടുംബം കഴിയുന്നത് കള്ളുകൊണ്ടാണ്, അല്ലേ? ആണ്. രണ്ടാമത്, കുറച്ച് കള്ള് കിട്ടിയാൽ അന്ന് വീട്ടിൽ അടിയില്ല, സ്വസ്ഥമാണ്. കുറച്ച് കള്ള് കിട്ടിയില്ലെങ്കിൽ പൊതിരത്തല്ലും. അപ്പൊ പെണ്ണുമ്പിള്ള പറയും, നിങ്ങൾ എല്ലാ ദിവസവും ലേശം കള്ള് കൊടുക്കിൻ എന്റെ ഭർത്താവ്, ജീവച്ഛവമായിട്ട് അടികൊള്ളണ്ടല്ലോ എന്ന്, അല്ലേ? കള്ള് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് പറയും. ഡോക്ടറോടാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം അറിയാവുന്ന ഡോക്ടർ കള്ളു കുടിക്കുന്നു. അടിസ്ഥാനപരമായ ഒരു സന്ദേശമാണ് ഖുർആൻ നൽകുന്നത്. എന്താ? മരണാനന്തര ജീവിതമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാത്തരം തിന്മകളുടെയും മ്ലേച്ഛത്തരങ്ങളുടെയും മാതാവാണ് കള്ള്. പരലോകമുണ്ട്, അവിടെ ശിക്ഷയുണ്ട്. കള്ളു കുടിച്ചാൽ ശിക്ഷയുണ്ടാവും, നരകശിക്ഷയുണ്ടാവും. കള്ളു കുടിച്ചാൽ നരകശിക്ഷയുണ്ടാവും.
പരലോകത്തെ പറ്റി പഠിപ്പിച്ചു, ഏകദൈവ വിശ്വാസം ഉണ്ടാക്കി. നമ്മളെ രക്ഷിക്കുവാൻ യേശുവില്ല, മുഹീദ്ദീൻ ശൈഖില്ല, ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, പടച്ചോൻ മാത്രമേ ഉള്ളൂ. പടച്ചവൻ നമ്മളെ രക്ഷിക്കുന്നത് കർമ്മധർമ്മങ്ങളുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവന്റെ കൽപ്പന ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു 4 മണി നേരത്ത് മദീന പള്ളിയിൽ ഖുർആൻ വചനമിറങ്ങി, കള്ള് അവസാനിപ്പിക്കണം, കള്ളുകുടി അവസാനിപ്പിക്കണം. ഒരു കൊച്ചുകുട്ടി മദീനയിലെ തെരുവീതിയിലൂടെ ഓടി നടന്നു പറഞ്ഞു, ഇതാ കള്ള് നിരോധിച്ചിരിക്കുന്നു, കള്ള് നിരോധിച്ചിരിക്കുന്നു. പോലീസിന്റെ പിൻബലമില്ലാതെ, പട്ടാളത്തിന്റെ പിന്തുണയില്ലാതെ, ജനകീയ വിചാരണകളില്ലാതെ ആ രാജ്യത്ത് വലിയൊരു വിപ്ലവം നടന്നു. അനസേ, എന്താണ് കേൾക്കുന്നത്? കള്ള് ഹറാമാക്കിയിട്ടുണ്ട്. കള്ള് ഹറാം എന്ന് പറഞ്ഞാൽ അതെവിടെയാ? പാർലമെന്റിലല്ല, നിയമസഭയിലല്ല. ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ച മതത്തെ രാഷ്ട്രീയത്തിന്റെ അടുക്കുചാലുകളിലേക്ക് വലിച്ചിഴക്കുന്ന സന്ദേശമല്ല ഇത്. കള്ള് ഹറാം എന്ന വിഷയം മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. തഖ്വയുമായി, ഈമാനുമായി, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിഷ്കളങ്കമായ ഈ മനസ്സ്, നിഷ്കളങ്കമായ ഈ ശരീരം വെറുതെ നശിപ്പിച്ചതിന് പടച്ചവനോട് മറുപടി പറയേണ്ടി വരും. കരളിനെ കാർന്നു തിന്ന കള്ള്, കരളിനെ കാർന്നു തിന്ന സിഗരറ്റ്, ബീഡി, മുറുക്ക്, എല്ലാറ്റിനും മറുപടി പറയേണ്ടി വരും. വയ്യ, ആകലേശം ദിവസമേ ഉള്ളൂ, കുറച്ചു കാലമേ ഉള്ളൂ. പരലോകത്ത് സ്വർഗമുണ്ട്, നരകത്തിൽ പോകാൻ വയ്യ എന്ന ബോധം. അനസേ, ആ കോടാലി എടുക്ക്. കള്ളിന്റെ വീപ്പ, ലക്ഷക്കണക്കിന് ഉറുപ്പിക വരെയുള്ള കള്ള്, ഇന്ത്യൻ കള്ളടക്കം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കള്ള്, അങ്ങനെയുള്ള കള്ള് ഷാപ്പുകൾ, വിദേശ മദ്യ ഷാപ്പുകൾ നിറയെ കിടക്കുന്നു. ഉടമസ്ഥൻ പറയുന്നു, കള്ളിൻ വീപ്പയുടെ അടിയിൽ ഒരു കൊട്ടു കൊടുക്കാൻ. കള്ളങ്ങൊഴുകി, മദീനയിൽ ഒരു പുഴയൊഴുകി എന്ന് വെറുതെ അതിശയോക്തി പറയാണ്. ഒരു ചെറിയ കല്ലിന്റെ ചാലൊഴുകി എന്നതാണ് സത്യമായ ചരിത്രം. പോലീസിന്റെ പിൻബലമില്ലാതെ, പട്ടാളത്തിന്റെ പിന്തുണയില്ലാതെ, എക്സൈസ് ജീപ്പുകൾ ചീറിപ്പായാതെ സ്വന്തമായി നടത്തിയ വിപ്ലവം. ഇവിടെ കള്ളവാറ്റ് കേന്ദ്രങ്ങൾ നിരോധിക്കുമ്പോൾ, ചാരായം നിരോധിക്കുമ്പോൾ, ഏതൊരു സംഗതി നിരോധിക്കുമ്പോൾ സംഭവിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ വന്ന് നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ സ്വന്തം കൈ കൊണ്ട് നശിപ്പിക്കുക എന്നതല്ല. അതാ മദീനയിലെ മനുഷ്യന്മാർ. മുഹമ്മദ് നബി പള്ളിയിലിരിക്കുന്നു, ഒരു കൊച്ചുകുട്ടി അങ്ങാടിയിലൂടെ നടന്നു പറയുന്നു, ക്യാഷിൽ, മേശവലിപ്പിൽ എത്ര പണമുണ്ടെന്ന് നോക്കാതെ, എടുക്കാതെ ഷട്ടർ തത്തി ഇറങ്ങിപ്പോരുന്നു. കുടിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങൾ വായിലേക്ക് വിരൽ കടത്തി ഛർദിക്കുന്നു. ചെത്തുകത്തികൾ വലിച്ചെറിയുന്നു. കള്ളിന്റെ പാത്രങ്ങൾ, ചൊരങ്ങാത്തുണ്ടുകൾ പൊട്ടിച്ചെറിയുന്നു. എന്നേക്കുമായി ഇവിടെ പറയുന്നു. പലിശ നിരോധിക്കുന്നു. കോടിക്കണക്കിന് ഉറുപ്പിക പലിശ ഇനത്തിൽ കിട്ടാനുണ്ടായിരുന്ന മനുഷ്യന്മാർ അത് നിർത്തിവെക്കുന്നു. ഈ വിപ്ലവം. അതുകൊണ്ട് നമ്മുടെ ശരീരം പടച്ചവൻ തന്നതാണ്, സമ്പത്ത് പടച്ചവൻ തന്നതാണ്, നമ്മുടെ ബുദ്ധിയെ പടച്ചവൻ തന്നതാണ്. കോളിംഗ് ബെല്ല് മനസ്സിലാകുന്നത്, വാതിൽ മനസ്സിലാകുന്നത്, ജനല് മനസ്സിലാകുന്നത്, വാതിലിന്റെ പൂട്ടും താക്കോലും മനസ്സിലാകുന്നത്, ഗേറ്റ് മനസ്സിലാകുന്നത്, മതിൽ മനസ്സിലാകുന്നത് ബുദ്ധി നിലനിൽക്കുമ്പോൾ മാത്രമാണ്. പാമ്പിന് മനസ്സിലാവുന്നില്ല, പോത്തിന് മനസ്സിലാകുന്നില്ല. എന്റെ യജമാനന്റെ പറമ്പല്ല, അയൽവാസിയുടേതാണ്. ഇതെന്റെ യജമാനെ കഴിക്കാനുള്ള നെല്ലാണ്, ഇതെനിക്ക് തിന്നാൻ പറ്റില്ല എന്ന് പോത്തിന് മനസ്സിലാവില്ല. അതുപോലെ ലഹരി ബാധിച്ചവന് മനസ്സിലാവില്ല, ഇതെന്റെ പെങ്ങളാണ് എന്ന് മനസ്സിലാകണമെന്നില്ല, ഇത് ആരാന്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. ചാമിമാർ, നമ്മുടെ നാട്ടിൽ വിദേശത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ കൊലപാതകികൾ ഉണ്ടാകുന്നത്. എന്റെ പെങ്ങളാണ്, എന്റെ ഭാര്യയാണ്, എന്റെ ഉമ്മയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവ് നഷ്ടപ്പെടുന്നു ലഹരി ബാധിക്കുമ്പോൾ. അതുകൊണ്ട് അടയാളങ്ങൾ മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. ബുദ്ധി പടച്ചവൻ തന്നതാണ്, ശരീരത്തിന്റെ ആരോഗ്യം പടച്ചവൻ തന്നതാണ്. അവൻ ചോദിക്കുക തന്നെ ചെയ്യും. പോലീസിന് രക്ഷപ്പെടാം, പട്ടാളത്തിന് രക്ഷപ്പെടാം. നിയമങ്ങൾ കൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കാൻ സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ട് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ചാരായം നിരോധിച്ചു, അത്രയും മെച്ചം. കള്ളും കൂടി നിരോധിക്കണം, മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. കുറെയൊക്കെ നടക്കുന്നുണ്ട്, കുറെയൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. കള്ള് ഷാപ്പുകൾ നിരോധിക്കണം, വിദേശ മദ്യഷാപ്പുകൾ നിരോധിക്കണം.
അത് ഗാന്ധിജിയുടെ തത്വമാണ്. നമ്മുടെ ഭരണഘടനയിൽ മൗലിക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പെട്ടതാണ്. സർക്കാർ അതിനുവേണ്ടി ഒരുങ്ങണം. കുറെ മാറ്റങ്ങൾ വരും. സമ്പൂർണമായ മാറ്റം വരണമെങ്കിൽ മനസ്സിലേക്ക് ഈ ആശയം കിനിഞ്ഞിറങ്ങണമെന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനം പറയുന്നത്. അത് വസ്തുതയാണ്. ആരും അറിയാതെ പാതിരാവിൽ ഒരു തെറ്റ് ചെയ്യാൻ സന്ദർഭമുണ്ടാകുമ്പോൾ അവനോട് അരുത് എന്ന് പറയാൻ ആരാവുള്ളത്? ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ രാജ്യം ഏത്? സൗദി അറേബ്യ. അതിന്റെ കാരണമെന്ത്? അവിടെയുള്ള മതതത്വ ചിന്തകളുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ബഹ്റൈൻ മുസ്ലിം രാജ്യമാണ്, പക്ഷേ ഇസ്ലാമിന്റെ രാജ്യമായി അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും നമുക്കറിയാം, അല്ലേ? അപ്പോൾ മാറ്റമുണ്ടാകണം, അടിസ്ഥാനപരമായ മാറ്റം. പക്ഷെ ഈ വേദി ആ അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ കാര്യവും അതോടൊപ്പം താൽക്കാലികമായ പരിഹാരവും പറയുന്ന വേദിയാണ്. നോക്കൂ, തായ്ലൻഡിനെ കുറിച്ച് അഡ്വക്കേറ്റ് സൂചിപ്പിച്ചു. തായ്ലൻഡിൽ ചെന്നിറങ്ങുന്ന ഏതൊരു നാട്ടുകാരനെയും വ്യഭിചാരത്തിന്റെ പേരിലുള്ള മസാജിലേക്ക് ക്ഷണിക്കുന്നു. ഗവൺമെന്റിന്റെ പരസ്യം തായ് പുഷ്പം രുചിക്കൂ, അഥവാ തായ്ലൻഡിലെ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ ഉപയോഗിക്കൂ, വ്യഭിചരിക്കൂ എന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന പരസ്യങ്ങളാണ് കാണുന്നത്. ഈ ഭീതിതമായ സാഹചര്യം, ഈ ഭീഷണമായ സാഹചര്യം, വിവാഹം വിശുദ്ധം, വ്യഭിചാരം നിഷിദ്ധം എന്ന തത്വം എന്താണ് സഹോദര? പോത്തും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സഹോദരി? എരുമയും നീയും തമ്മിലുള്ള വ്യത്യാസം. പോത്തിനെ പോലെയാകാമോ? എരുമയെ പോലെ ആകാമോ? മൃഗങ്ങളെ പോലെ ആകാമോ? മൃഗങ്ങൾക്ക് വസ്ത്രം ധരിക്കണ്ട, മൃഗങ്ങൾക്ക് വിവാഹം കഴിക്കണ്ട. മൃഗലോകത്ത് എന്നും വ്യഭിചാരമാണ് നടക്കുന്നത്. എന്നിട്ട് അവിടെ എയ്ഡ്സ് ഇല്ല, സിഫിലിസ് ഇല്ല, ലൈംഗിക രോഗങ്ങളില്ല. എന്താ കാരണം? മനുഷ്യനും ജീവിലോകത്തിലെ ഒരു അംഗമാണ്. മനുഷ്യനൊന്ന് തൊടാൻ തുടങ്ങിയതേ ഉള്ളൂ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരാൾക്ക് ഉപയോഗിച്ച സിറിഞ്ച് ഒന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. ഒരിക്കലും മാറുകയില്ലാത്ത സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടുന്ന മാരക രോഗം വന്നു. കാട്ടുതീ പോലെ ലോകം മുഴുവൻ പരന്നു. എന്താ പ്രശ്നം? ശാരീരികമാണോ? മനുഷ്യൻ കൊരങ്ങുന്നുണ്ടായി എന്ന് പറയുന്ന പ്രിയപ്പെട്ട യുക്തിവാദി എന്ത് പറയുന്നു താങ്കൾ? എവിടെ യുക്തിവാദം? യുക്തിവാദത്തിന്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഏത് അളവുകോലിലാണ് ഇത് യോജിക്കുക? ഡാർവിൻ വരെ പറഞ്ഞു, ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ കണ്ണിനെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോ ഒക്കുന്നില്ല. ചിമ്പാൻസിയുടെ ആൾക്കൊരങ്ങന്റെ നിയാണ്ടർത്താൾ മനുഷ്യന്റെ കൊരങ്ങന്റെ പിൻഗാമിയ ആണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കാൻ ഒരു ചാൻസും ഇല്ല. പ്രിയപ്പെട്ട യുക്തിവാദി സുഹൃത്തെ, കൊരങ്ങന്റെ കണ്ണ് മാറ്റിവെച്ച് മനുഷ്യന്റെ കണ്ണ് ആക്കിയിട്ട് മനുഷ്യനെ പടച്ചതാരാ? അതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അപ്പോ മൃഗലോകത്ത് എയ്ഡ്സ് ഇല്ല, മൃഗലോകത്ത് ലൈംഗിക രോഗങ്ങളില്ല, അവ കല്യാണം കഴിക്കുന്നില്ല. മനുഷ്യൻ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതാ വരുന്നു ലൈംഗിക രോഗങ്ങൾ. അപ്പോൾ പ്രശ്നം വെറും ശരീരശാസ്ത്രമല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ബന്ധപ്പെടേണ്ടതുണ്ട്, മനസ്സിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതാണ് മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സുലഹത്ത് സുലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ എല്ലാം നന്നായി. വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ എല്ലാം കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. പത്രങ്ങളിൽ നിങ്ങൾ കാണുന്നു, എന്താ? വിദേശ വനിതയും സ്വദേശ യുവാവും തമ്മിലുള്ള വിവാഹം. അതിനെപ്പറ്റി എന്താ പത്രത്തില്? ഇംഗ്ലീഷ് വിവാഹം എന്നാണോ? ഇറ്റാലിയൻ വിവാഹം എന്നാണോ? ഫ്രഞ്ച് വിവാഹം എന്നാണോ? ചൈനീസ് വിവാഹം എന്നാണോ? അല്ല. സൗദി അറേബ്യയിലെ ഒരാളും കേരളത്തിലെ ഒരു പെണ്ണും തമ്മിൽ കല്യാണം നടന്നാൽ നമ്മുടെ പത്രങ്ങൾ എന്തെഴുതും? അറബിക് കല്യാണം. ഈ കാപട്യം, ഈ പക്ഷപാതിത്വം അവസാനിപ്പിക്കേണ്ടതില്ലേ? ഉണ്ട്. 85കാരൻ 15കാരിയെ കല്യാണം കഴിക്കുന്നത് ചൈനക്കാരനാകുമ്പോൾ, ജപ്പാൻകാരനാകുമ്പോൾ അടിക്കുറിപ്പിൽ മോശമായി ഒന്നും പറയുന്നില്ല.
അറബിയാകുമ്പോൾ മോശമായി പറയും. ഈ അവസ്ഥ 49 ഭാര്യമാരും കുഞ്ഞുകുട്ടികളുമായി ഒരു ചങ്ങാതിയുടെ ഫോട്ടോ 2 മാസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ കണ്ടു. ആ പത്രങ്ങളിൽ എവിടെയെങ്കിലും മോശമായൊരു പരാമർശമുണ്ടോ? ഇല്ല. ഇസ്ലാമിലെ ബഹുഭാര്യത്വമാകുമ്പോഴോ അസഹ്യമായ കാടത്തം, ഭീകരത എന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ടൂറിസത്തിന്റെ പ്രശ്നവും ഉണ്ട്. ശരി, നമ്മള് ഇവിടെ ഇതുവരെ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും വളരെ അത്യാവശ്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. ഇനി നമ്മൾ എന്തിന് ടൂർ പോകണം, എങ്ങോട്ട് പോകണം, എന്താ ലക്ഷ്യം? അത് ഇവിടെ കിട്ടുകയില്ലേ? ഇവിടെ കിട്ടാത്ത വല്ലതോടെ ഉണ്ടോ? ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ തയ്യാറാകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വിശ്വാസികളെ നിലക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവൻ ശിക്ഷിച്ച അസ്ഹാബുൽ ഹിജ്ർ എന്ന ഗോത്രത്തിന്റെ ആ തകർന്ന് അടിഞ്ഞ് നശിച്ച് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കൽക്കഷ്ണങ്ങൾക്കരികിലൂടെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തി സ്പീഡ് കൂട്ടി എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ശിക്ഷിച്ച നഗരങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുത്, കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോകണം. സൂറത്തു ഫത്ഹ് 18-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളായ സഹോദരങ്ങളും നബിയും കൂടി ഇരുന്ന് ഹിജറ 6-ാം വർഷം ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഒരു കരാർ എഴുതിയുണ്ടാക്കി. ആ കരാറിന്റെ പേരാണ് ബൈഅത്തുൽ റിദ്വാൻ, പടച്ചവൻ തൃപ്തിപ്പെട്ട കരാർ. സൂറത്ത് ഫത്ഹ് 18-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് യുബായിഉനക തഹ്ത ശജറ, മരച്ചുവട്ടിൽ വെച്ച് അവർ താങ്കളോട് കരാർ ചെയ്ത സന്ദർഭം. ഈ ആയത്തിറങ്ങി 10-15 കൊല്ലം കഴിഞ്ഞപ്പോ ചില ചങ്ങാതിമാര് ഈ വിശുദ്ധ വചനം വായിച്ചിട്ട് ആഗ്രഹിച്ചു, മരച്ചുവട്ടിൽ പോയി ഒന്നിരിക്കണം, ഖുർആനിൽ പറഞ്ഞ മരമല്ലേ. പോകാൻ തുടങ്ങിയ ആളുകൾ ഒന്നുമില്ല, ജാറമില്ല, ദർഗയില്ല, മക്കാമില്ല, വിളക്ക് കത്തിക്കുന്നില്ല, ചന്ദനത്തിരി പോക്കുന്നില്ല, പണമിടുന്നില്ല. പിന്നെയോ വെറുതെ അവിടെ പോയിട്ടൊന്നിരിക്കുക, മടങ്ങിപ്പോരാ. മനസ്സിലായി ഖലീഫ ഉമറിന് കാര്യം മനസ്സിലായി. ഉടനെ കുറെ വണ്ടി ഏർപ്പാടാക്കി ആ മരമൊക്കെ ഒന്ന് ലൈറ്റ് വെച്ച് പിടിപ്പിച്ച് ഒരു റിസോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ടൂറിസം ഏർപ്പാടാക്കി കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടാനുള്ള വരുമാന മാർഗമാക്കിയോ? ഇല്ല. ഇത് ശബരിമലയല്ല, ഗുരുവായൂരല്ല, അജ്മീറല്ല, നാഗൂറല്ല, പുത്തമ്പള്ളിയല്ല, മുനമ്പമല്ല. എന്ത് ചെയ്തു ഉമർ റളിയല്ലാഹു അൻഹു? കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു, കയ്യിൽ ഒരു കോടാലി കൊടുത്തു. എന്തിന്? വെട്ടി നശിപ്പിക്കാൻ. ഈ ധീരമായ നീക്കം മനുഷ്യനെ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്യുന്നതല്ല നമ്മുടെ യാത്രയുടെ സംസ്കാരം, അല്ലേ? ഇവിടെയാണ് സുപ്രീം കോടതിയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചോദ്യമായി ഞാൻ പറയുന്ന ചോദ്യം, മകരജ്യോതി തട്ടിപ്പല്ലേ? ആരാ ചോദിച്ചത്? സുപ്രീം കോടതിയാണ്. ക്ഷമിക്കണം. ഉത്തരം ദേവസ്വം ബോർഡ് പറഞ്ഞു, ക്ഷമിക്കണം, മകരജ്യോതി മനുഷ്യനുണ്ടാക്കിയതാണ്. മനസ്സിലായില്ലേ? ആ ഖുർആനിൽ പറഞ്ഞ മരം വെട്ടി നശിപ്പിച്ച ഖലീഫ ഉമറിന്റെ ബുദ്ധി, അതിന്റെ പിന്നിലുള്ളത് ഈ ഖുർആനും സുന്നത്തുമാണ്. തൂർ പർവ്വതം, മൂസേ പ്രവാചകന് വെളിച്ചം കിട്ടിയ പർവ്വതം. ഖുർആൻ പറഞ്ഞു. ആ പർവ്വതത്തിലേക്ക് പോകാൻ ഒരുങ്ങിയ ആളുകളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചു. വികാരപരമായ യാത്രകൾ കൊണ്ട് കാര്യമില്ല മക്കളെ. സ്വന്തം മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാദികളും ഒക്കെ മരിച്ചു കിടക്കുന്ന ഖബർസ്ഥാനിൽ പോയിട്ട് പടച്ചോനെ എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യൻ അജ്മീറിൽ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ അടുക്കൽ ചെന്നിട്ട് യാത്രക്ക് ചെന്നിട്ട് എന്താ പറയുന്നത്? അജ്മീർ ഖാജക്ക് പടച്ചോനെ പുറത്തു കൊടുക്കണേന്നോ? ഈ ജാതി ബുദ്ധിയില്ലാത്ത സംവിധാനമാണോ വേണ്ടത്? അല്ല, അല്ല. ഉമറിന്റെ കാലത്തൊരു രാജ്യം ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമറിന്റെ കാലത്ത് ഒരു രാജ്യം ഇസ്ലാമിന് അധീനപ്പെട്ടു. അവിടെ ഒരു അത്ഭുതം നടക്കുന്നു.
ദാനിയേൽ പ്രവാചകന്റേതെന്ന് പറയുന്ന ഒരു മയ്യത്ത് മൃതശരീരമുണ്ട് ഒരു ഗുഹയിൽ. ക്ഷാമമുണ്ടാകുമ്പോൾ, മഴ കിട്ടാതാകുമ്പോൾ ആ മൃതശരീരം പുറത്തെടുത്ത് പ്രാർത്ഥിച്ചാൽ ഉടനെ മഴ കിട്ടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? 30 കുഴി കുഴിക്കാൻ പറഞ്ഞു. പകല് 30 കുഴി കുഴിച്ചു. രാത്രി ആരും കാണാതെ ആ 30 കുഴിയിൽ ഒരു കുഴിയിൽ കബറിൽ ഈ മയ്യത്ത് കബറടക്കി. എല്ലാ കുഴിയും മൂടി. ഏതാണ് ഈ മയ്യത്തെന്ന് മനസ്സിലായില്ല. ഇത് ജാറ കമ്മിറ്റിയല്ല, ദർഗാ കമ്മിറ്റിയല്ല, ഇടവകയല്ല, ഒന്നുമല്ല. ഈ മഹിതമായ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ യാത്രയെ നിർണയിക്കണം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കണ്ട. നമ്മൾ വീടുകളിലേക്ക് മടങ്ങുക, ആരാധനാലയങ്ങളിലേക്ക് മടങ്ങുക, കാര്യബോധമുള്ളവരാവുക. അല്പം സമയം കിട്ടിയാൽ നല്ല കാര്യങ്ങൾ വായിക്കുക, ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യുക, മഹാനായ മുഹമ്മദ് നബിയുടെ സന്ദേശം മനസ്സിലാക്കുക. മാതാപിതാക്കളുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ കുറച്ചധിക സമയം ചെലവഴിക്കുക, ഉള്ള സമയം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു എന്ന ഒരു കൊച്ചു പുസ്തകം, കുറച്ച് കോപ്പികൾ ഇവിടെ ഉണ്ട്. 10 രൂപയാണ് വില. എല്ലാവർക്കും വാങ്ങാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. 5ാം ക്ലാസ് മുതൽ MA വരെ സൗജന്യമായി വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം, പഠനോപകരണങ്ങൾ എല്ലാം കൊടുക്കുന്നൊരു സ്ഥാപനം ചുങ്കത്തറയിൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പണമില്ലാത്തത് കൊണ്ട് പഠിക്കാതിരിക്കണ്ട എന്ന ഒരു മുദ്രാവാക്യമാണ് അതിനുള്ളത്. മാർച്ച് 31-ാം തീയതി കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് വരാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തുമാറാകണം. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് രോഗശമനം നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്ത് നൽകുമാറാകണമേ നാഥ. പടച്ചവനെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നീ മക്കളെ കൊടുക്കണമേ. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കേൾക്കുവാനും കേൾപ്പിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹുവെ എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണമേ. പടച്ചവനെ ലൈറ്റ് എക്സിബിഷനിലേക്ക് എല്ലാ ആളുകളെയും നീ ആകർഷിക്കുമാറാകണം. പടച്ചവനെ ഞങ്ങൾ പാപികളാണ്, പുറത്തുവരുമാറാകണമേ. പാവങ്ങളാണ്, ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. പടച്ചവനെ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഞാൻ ദാരിദ്ര്യത്തെയല്ല ഭയപ്പെടുന്നത്, സമ്പത്ത് അധികരിക്കുന്നതിനെയാണ് എന്ന് പറഞ്ഞ ആ തത്വം ഉൾക്കൊള്ളുവാൻ പടച്ചവനെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുമാറാകണം. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്ത വിഷയം ടൂറിസവും ധാർമ്മികതയും എന്നതാണ്. അതിനായി ഇന്നിവിടെ ഉദ്ഘാടന സെഷൻ കൈകാര്യം ചെയ്ത ബഹുമാന്യ കേന്ദ്ര ഊർജ സഹമന്ത്രി KC വേണുഗോപാൽ അവർകൾക്കും വിഷയങ്ങൾ അവതരിച്ച് സംസാരിച്ച ബഹുമാന്യ പണ്ഡിതന്മാരായ അലി ഷാക്കിർ മുണ്ടേരി, സുഹൈർ ചുങ്കത്തറ എന്നിവർക്കും മറ്റു വേദിയിൽ സന്നിഹിതരായ എല്ലാ ISM, KNM മറ്റ് സംഘടനാ ഭാരവാഹികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രൊഫസർ രാമരാജവർമ്മ, KC സേവിയർ കുട്ടി, VV ഗിഗ്രെ, ഹിബത്തുള്ള എന്നിവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.